MS-ൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കോൺഗ്രസും വയനാട് ഫണ്ടും ആണ്. അജണ്ട ഞങ്ങൾ തീരുമാനിക്കും എന്ന് വീരവാദം മുഴക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയവർ ആണ് കോൺഗ്രസും ഒരു പറ്റം മാധ്യമങ്ങളും. ഈ വൈകിയ വേളയിൽ നമ്മൾ കാണുന്നത് ചോദ്യശരങ്ങൾ ഏറ്റ് പുളയുന്ന കോൺഗ്രസിനെ ആണ്. മാധ്യമങ്ങൾ എവിടെയോ പോയി മറിഞ്ഞു. കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന വിഷയം വയനാട് ഫണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യമാണ്. അതാണ് പൊതുജനം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ മൂത്ത നേതാവ് മുതൽ ചോട്ടാ നേതാവ് വരെ ഇതിനോട് ഉള്ള പ്രതികരണമാണ് ഈ രണ്ട് വീഡിയോകളിലായി ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യത്തേത് കോൺഗ്രസിൻ്റെ നേതാവായ സർവശ്രീ VD സതീശനെ ആണ്. താങ്കൾ 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞല്ലോ ഇതുവരെ. അപ്പം ഈ മുണ്ടക്കൈ വയനാട് മേഖലയിൽ കോൺഗ്രസ് എന്താണ് കണക്കുകൾ ഇപ്പോഴും പുറത്തുവിടാൻ തയ്യാറാത്തത്? കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ഒരു പ്രോജക്റ്റിന്റെ കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലേ? ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു, പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിച്ചു. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ കണക്ക് പുറത്തു വിടും. ഇടയ്ക്കിടയ്ക്ക് CPM വന്ന് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് കൊടുക്കാൻ എന്താ അവരും വല്ല ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പരാതി വയനാട് ഫണ്ടിന്റെ കാര്യം ചോദിക്കുന്നത് മറ്റു ചോദ്യം വെറുതെ വന്ന് ഈ മീറ്റിംഗിൽ ഇത് മാനിഫെസ്റ്റോയെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രം കണക്ക് പറയാത്ത എന്താണെന്നറിയാമോ? ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോയിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിക്കാം, അല്ലാത്ത ചോദ്യത്തിലൂടെ മറുപടിയില്ല. വയനാട് ഫണ്ടിന്റെ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് കൃത്യമായി പറഞ്ഞു. പക്ഷേ നിങ്ങൾ മൈക്ക് വാങ്ങിച്ചിട്ട് മാനിഫെസ്റ്റോ. അപ്പോൾ മുതിർന്ന നേതാവ് ഇങ്ങനെ ആണെങ്കിൽ ചോട്ടാ നേതാവിൻ്റെ പ്രകടനം എന്തായിരിക്കും? അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ശ്രീ VR അനൂപ്, ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം നേരിടേണ്ടി വരുന്നത്. ഇന്ന് കുറച്ച് മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റിൽ പോലും കൃത്യമായി മുഖ്യമന്ത്രി ചോദിക്കുന്നത് എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ആ പണം ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ്. 3 ചോദ്യം വളരെ ഷാർപ്പാണ്. മറുപടി ഉണ്ടോ? ഞാൻ അതിലേക്ക് വരാനേ അങ്ങനെ പോലെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഈ സംവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 4 അതിഥികളിലേക്ക് വന്നു. ശേഷം വിഷയം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ചർച്ച എങ്ങനെ പോകണം എന്നുള്ളത്. ശരി, അപ്പൊ വയനാട് പറയൂ. തീർച്ചയായും ഞാൻ പറഞ്ഞതല്ല. ഞാൻ വയനാട്ടിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം. തീർച്ചയായും വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ? കോൺഗ്രസ് ഒരു പണപ്പിരിവ് നടത്തുന്നു. അത് ഈ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനാണ്. അതിനകത്ത് കോൺഗ്രസ് ഈ പറയുന്ന വീട് വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിന് വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, കോൺഗ്രസ് ഫണ്ട് മേടിച്ച് സ്വരുക്കൂട്ടിയ സ്ഥലത്ത് DYFI കുടില് കെട്ടുമെന്ന് പറയുന്ന അങ്ങേയറ്റം തനി തെമ്മാടിത്തത്തിലേക്ക് DYF വന്നിരിക്കുകയാണ്. ഞാൻ വളരെ 3 ചോദ്യം വളരെ സ്ട്രൈറ്റ് ആയി പറഞ്ഞു. എത്ര പണം പിരിച്ചു? ഇവിടെ പയ്യന്നൂരിൽ ഇവരുടെ ഇത് കടുത്ത തന്ത്രമാണ്. ഇത് നേരത്തെ പറഞ്ഞ കള്ളക്കളിയാണ്. ഇത് നാട്ടുകാരെടുക്കില്ല. അല്ല, ഞാൻ പയ്യന്നൂരിലെ കാര്യം ചോദിച്ചിട്ടേ അങ്ങോട്ട് ഈ കാര്യം ചോദിക്കാൻ പറയുള്ളൂ. കള്ളക്കളിയല്ല. അല്ലല്ല, പയ്യന്നൂരിലെ കാര്യം ഞാൻ സഞ്ജീവനോട് ചോദിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടാ എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ടിൽ? 3 ചോദ്യമുള്ളൂ. പയ്യന്നൂരില്ല. അല്ല, എന്തുകൊണ്ട് പയ്യന്നൂരില്ല? പയ്യന്നൂർ ഞാൻ അവരോട് ചോദിച്ചോളാം. അങ്ങേ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഒരു നേതാവ് വന്ന് അല്ല അങ്ങനെ അക്കൗണ്ടബിലിറ്റി രണ്ടുപേർക്കും തുല്യല്ലേ? നടത്തിയ ഒരു ഫണ്ട് പിരിവിനെ അല്ല അത് ചോദിക്കാനുള്ള ധാർമ്മികത ഇവിടെ CPM ഇല്ലാതെ എന്ന സംശയം. മൃതദേഹത്തെ കാശുണ്ടാക്കുകയാണെന്ന് കേരളത്തിൽ CPM ഒരു അജണ്ടയുണ്ട്. ഈ പറയുന്ന CPM-ന്റെ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറില്ല. ഏത് അക്കൗണ്ടിൽ? ഞങ്ങൾ അതിന് തയ്യാറില്ലാതെ ഇനി പറയാനില്ല. അപ്പൊ പിന്നെ സംഭവത്തിന് ഈ ചോദ്യം ഇത് നോക്കൂ. CPM അല്ല ചോദ്യം ചോദിച്ചത് ഞാനാണ്. ഓരോ വിഷയം എടുക്കാന്ന് പറഞ്ഞ് ഞാനാണ് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ച അങ്ങ് CPM-നെ വിടുന്നേ. എത്ര പണം, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്? ഞാനാ ചോദിക്കുന്നേ.
മാധുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഭരണനിർവഹണമാണോ കാണേണ്ടത്, ഒരു പാർട്ടി നടത്തിയ പണപ്പിരിവുമായുള്ള പ്രതിപക്ഷത്തോട് എനിക്ക് ഭരണനിർവഹണത്തെ പറ്റി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഭരണനിർവഹണത്തെ പറ്റി CPM-നോട് ചോദിക്കാം. ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുന്നേ. അല്ല, ഇതിനകത്ത് എന്താണ് ഈ അതൊക്കെ നടക്കും. നോക്കൂ, ഞാൻ അങ്ങോട്ട് ഒരു 5 തവണ ചോദിച്ചു. അങ്ങേക്ക് ഇതിൽ ഒരൊറ്റ കാര്യത്തിനെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇടവേളെടുക്കാൻ പറ്റാത്തതിലേക്ക് പോകാം. ഇതിനകത്ത് അല്ല, ഒരു മിനിറ്റ്. ഈ ചർച്ചയ്ക്ക് വരുന്നതും വരാതിരിക്കുന്നതൊക്കെ വേറെ കാര്യം. പക്ഷെ ചർച്ചകളെ താല്പര്യമില്ല, ചർച്ചകളോട് പൊതുവെ പുച്ഛം, എന്നിട്ട് ഏകപക്ഷീയമായിട്ട് ഈ ആളില്ലാത്ത ഗോൾ പോസ്റ്റ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങ് ഈ ചർച്ചയുടെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ നാട് മുഴുവൻ ഓടുമല്ലോ. വി ആർ അനൂപ്, എത്ര പണം, ഏത് ആപ്പ്, ഏത് അക്കൗണ്ട്, എത്ര പണം, ഏത് ആപ്പ്, ആപ്പ് എവിടെ, കാര്യം ചോദിക്കട്ടെ. ഞാനൊരു കാര്യം അല്ല, ഏത് അക്കൗണ്ട്, ഈ 3 ചോദ്യം. ഇതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ മാധു അല്ല മാധു ചോദിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വയനാടുമായിട്ട് തന്നെയാണല്ലോ ചർച്ച. ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചൊരു സ്ഥലം വാങ്ങിക്കുന്നു. ആ സ്ഥലത്ത് കുടില് കെട്ടി സമരം ചെയ്യുന്ന DYFIയുടെ ജനാധിപത്യ പോലീസ് കുടില് പൊളിച്ചില്ലേ? ഇപ്പൊ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ജനാധിപത്യമൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ഇതിനുണ്ടോ? ഇതിന് മറുപടി ഇല്ലല്ലോ അല്ലേ? ഞാൻ എടുക്കാണേ. ഒരു ചോദ്യം 10 തവണയ്ക്ക് ചോദിക്കാൻ എനിക്കൊരു നാണക്കേടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിക്കാർ മുഴുവൻ പ്രതികരിക്കുന്നത്. കോൺഗ്രസ് ആരുടെ പേരിലാണോ ഫണ്ട് വാങ്ങി പറ്റിച്ചത്, അവരുടെ ആ മരിച്ചവരുടെ ശാപം ഒന്നുകൊണ്ട് മാത്രം സതീശനും കോൺഗ്രസും തോൽക്കും. അത്രമാത്രം ദ്രോഹം ആ മരിച്ചവരുടെ പേരിൽ കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കോൺഗ്രസ് തോൽക്കും എന്ന് ഞാൻ കട്ടായം പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.